ഹലോ, അപ്പം നമ്മൾ ഷീനിൽ നിന്ന് കുറച്ച് സംഭവങ്ങൾ നമ്മുടെ സൈനോട്ടിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർക്കെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഡിഫറെൻറ്റ് ഐറ്റംസ്. ഇപ്പം എല്ലാ കുട്ടികളും വെച്ചിട്ട് വരുന്ന കാണുമ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും എല്ലാവരും ഡിഫറെൻറ്റ് സ്ലൈഡ്, ക്ലിപ്പ്, ബണ്ണൊക്കെയാണ് ഇട്ടിട്ട് വരുന്നത്. അപ്പം അവൾക്കും അതുപോലെയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഷീനിൽ നിന്ന് കുറേ മേടിച്ചു കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇതാട്ടോ വാങ്ങിച്ചോണ്ട് ക്ലാസ് എടുക്കാം. അപ്പം ഇതിൽ എന്ന് പറഞ്ഞതാ ഇവിടെ കുറച്ച് സെറ്റ് ഉണ്ട്, ഇവിടെ കുറച്ച് സെറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ 1 2 3 4 5 6 7 8 9 10 10 ഉണ്ട് കേട്ടോ. ഇത് 10 ക്ലിപ്പ് ഉണ്ട്. എല്ലാം സൂപ്പറാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് ഇതൊന്നും വേണമെങ്കിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് 10 ഉണ്ട്. ഇത് കണ്ടില്ലേ, ക്ലിപ്പാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ഉണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബോയ് ആണ് കേട്ടോ. ഈ ഒരു ബോയ് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ സൈനോട്ടിക്ക് തന്നെ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ സൈനോട്ടിക്ക് ഇതാണ് കേട്ടോ. ഇതാണ് ഒരു ക്ലിപ്പ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ക്ലിപ്പാണ് കേട്ടോ. ഈ ഒരു ക്ലിപ്പ് കാണിച്ചു തരാവേ. ഇങ്ങനെ കുത്തുന്നതാണ്. ഇതും ഞാൻ സൈനിന് വേണ്ടി തന്നെ വാങ്ങിച്ചതാണ്. കാരണം സൈനിന് ഇത് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ മടക്കി ഫുള്ളായിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം നല്ല രസമായിരിക്കും. 2 സൈഡിൽ ഫ്ലവറൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റുമാണ്. കാരണം നമ്മൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നേക്കാളും ഇവിടുത്തെ ഷീനിൽ നിന്ന് മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് 3ാമത്തെ ഐറ്റം. അടുത്തതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാണിച്ച സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഈ ഒരു ബോയാണ് കേട്ടോ. ഇത് ഞാൻ സൈനോട്ടിക്ക് വെച്ച് കാണിച്ചു തരാവേ. ഇഷ്ടപ്പെട്ട സൈനോ? നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ? ഇനി അടുത്തത് ഈ ഒരു സ്ലൈഡാണ്. ഈ ഒരു ബോയാണ്. ഇത് എന്താടോ മടങ്ങിയൊക്കെ ഇരിക്കുന്നു. വെയിറ്റ് പ്ലീസ്. ഇത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഗ്ലിറ്ററി ആയിട്ടുള്ളതാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഈ ഒരു പർപ്പിൾ കളർ ആയതുകൊണ്ട് കേട്ടോ മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പർപ്പിൾ കളർ. ഇതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ നെക്സ്റ്റ്. നെക്സ്റ്റ് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ യെല്ലോ ഒരെണ്ണം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കവർ ഇതാക്കി കാണിക്കുന്നില്ല. നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. നമുക്ക് സൂക്ഷിച്ച് വെക്കുന്നവർക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയതാണ് കേട്ടോ. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ, പെട്ടെന്ന് ഇങ്ങനെ ഒടിച്ച് കളഞ്ഞാൽ ഒടിഞ്ഞു പോകും. ഇത് പിന്നെ ഇലാന് വാങ്ങിയൊരു ഇതാണ് കേട്ടോ. ഇലാന് മറ്റേ സ്പൈഡർമാൻ്റെ ഒരു ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇടുന്ന ഒരു സാധനം കേട്ടോ. എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അത് അവനിക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒന്ന് വാങ്ങിച്ചതാണ്. ഇതും നല്ല റേറ്റ് കുറവാണ്. 2 യൂറോ കണ്ടേ ഉള്ളൂ കേട്ടോ. ഇതിന് 3 യൂറോ കണ്ടാണ്. പിന്നെ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് സൈനക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. കാരണം ഇവിടെയുള്ള കുട്ടികൾ കൂടുതലും ഇതൊക്കെ ഇടാറുണ്ട് കേട്ടോ. കാരണം ഞാൻ നാട്ടിലങ്ങനെ അധികം പിള്ളേരെ ഇട്ട് കണ്ടില്ല. ഞാൻ കാണിച്ചു തരാവേ. കാണിക്കട്ടെ, നമ്മൾ കാണിക്കട്ടെ. ഇതിൽ 3 ഉണ്ട് കേട്ടോ. ഇതും അത്യാവശ്യം 3 യൂറോ കണ്ടേ വരുന്നുള്ളൂ. ഇതിൽ 3 ഉണ്ട്. കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു സാധനമാണ് കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഈ 3 ക്ലിപ്പായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ 2 സൈഡിൽ വേണമെങ്കിൽ 2 സൈഡിൽ കൊമ്പ് കെട്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം സത്യം പറഞ്ഞാൽ ഇത് മുടിയേക്കാളും ഇങ്ങനെ താഴോട്ട് കിടക്കും. പക്ഷേ ഇതൊരു ഭംഗിയാണ്. ഇവിടെ ഉള്ള പിള്ളേർക്കും ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ മൂക്ക് റെയിൻബോ കളറിൽ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടും എല്ലാ പിള്ളേരും ഇടുന്നുണ്ട്. റെയിൻബോ കളർ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തത് കേട്ടോ. അടുത്തത് മോനിക്കൊരു കുഞ്ഞു ബെൽറ്റ് വാങ്ങിച്ചതായിരുന്നു. കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഷോപ്പുകളിൽ ബെൽറ്റ് നോക്കി. കാരണം അവൻ ഇടാത്ത 2-3 പാൻറ് ഉണ്ട് കേട്ടോ. അപ്പം ബെൽറ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഷോപ്പിലും സാധാരണ കൊച്ചു കുട്ടികളുടെ കിഡ്സിൻ്റെ ബെൽറ്റ് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ ചീനിൽ നിന്ന് വരുത്തിയിട്ടുള്ളതാണിത്. കുറേ നാളായിട്ട് നോക്കിയിട്ടിരിക്കുന്നതാണ്. കാരണം നമുക്കിപ്പം 6 യൂറോയ്ക്കൊക്കെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരും. അപ്പോൾ കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കി ഓരോ പ്രാവശ്യമായിട്ട് നോക്കിയിട്ട് ഇപ്പോൾ മോക്കാണെങ്കിലും കുറേ സ്ലൈഡിലൊക്കെ നോക്കിയിട്ടിട്ട് ഓർഡർ ചെയ്ത്. അപ്പോൾ ഈ ഒരു ബെൽറ്റാണ് കേട്ടോ. മോനിക്ക് ഒരു കറക്റ്റ് ആവോ ഇല്ലെന്ന് അറിയത്തില്ല, നോക്കണം. അടുത്തത് ഈ ഒരു സ്ലൈഡാണ് കേട്ടോ. ബോയാണ്, കാണിച്ചു തരാവേ. ഫ്രോക്കിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും
അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇങ്ങനത്തെ കളർഫുൾ റെയിൻബോ ബൂട്ട്, നമ്മുടെ ഫ്രോക്കൊക്കെ അല്ലേ, അങ്ങനത്തെ ഗൗണ് ഫ്രോക്കിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റിയൊരു അടിപൊളിയാണ് കേട്ടോ. പാർട്ടി വെറൈറ്റൊക്കെ ഇടാൻ പറ്റിയൊരു അടിപൊളി പോയാണ്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒടിക്കാതിരുന്നു ഒടിഞ്ഞു പോകും കേട്ടോ. കാരണം വെച്ചാൽ ഭയങ്കര ചീപ്പ് റേറ്റിനാണ് നമ്മളിതൊക്കെ മേടിച്ചിട്ടുള്ളത്. ഭയങ്കര റേറ്റ് കുറവാണ്. റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ ചീത്തയാവില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതാണ് അടുത്തപ്പോൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നല്ല കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി എനിക്ക് കുറച്ച് പൈസ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഷോപ്പിലാണ് ഒരുപാട് പൈസ ഉണ്ട്. ഇപ്പം നെക്സ്റ്റ് ഇതാണ് കേട്ടോ. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് നോക്കി ഈ ഒരു സ്ലൈഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണിച്ചു തരാവേ. ഇതണ്ടേ, നിങ്ങൾ എന്നെ ഒന്ന് നോക്കി നോക്കി എന്ത് ഭംഗിയെ നോക്കി. ഇതൊക്കെ നമുക്ക് ഭയങ്കര റേറ്റ് കുറവിന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. നല്ല ഭംഗിയിൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ വൈറ്റിൽ ഈ ഒരു പിങ്ക് ഉണ്ടായിരുന്നു, പർപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് പിങ്ക് ഇടാം. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് പെങ്ക് വെച്ച് ഞങ്ങൾക്ക് പിങ്ക് നല്ല രസമാണല്ലോ. പിന്നെ നടുക്ക് സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, പേളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഓർഡർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇതാണ്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു ഇത് കേട്ടോ. നല്ല രസമല്ലേ നോക്കിയേ. ഇഷ്ടപ്പെട്ടോ? സൈനിന് ഇങ്ങനെ കൊമ്പൊക്കെ കെട്ടിയിട്ട് ഇതുപോലെ രണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ബണ്ണ് ഇതുപോലത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ. കണ്ടില്ലേ, ഇതിന് പൈസയ്ക്ക് പോകത്താണ് കേട്ടോ. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് എനിക്ക് പോകത്തായിട്ട് തോന്നി കേട്ടോ. അത്രയും നല്ല ക്വാളിറ്റി, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ്. പിന്നെ ഷീനിൽ ഞാൻ ഡ്രസ്സ് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട് മോക്ക്. അത് അടിപൊളിയായിരുന്നു. ഇതെന്ന് വെച്ചാൽ ഒരു മാല മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മാല മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. വേറൊരു സെറ്റ് ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതുപോലൊരു മാല അവൾക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാല മാത്രമല്ല കേട്ടോ, അപ്പം ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അവൾ ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇവൾ ഇതുപോലെ വലിച്ചില്ലേ അതങ്ങ് ചീത്തയാക്കി കളഞ്ഞിട്ടോ. എനിക്കന്ന് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സംഭവമായിരുന്നു. അവൾ അതിനെ വലിച്ച് ചീത്തയാക്കി കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അവൾക്ക് അങ്ങനെ വാങ്ങിക്കലില്ലായിരുന്നു. ഇത് ഈ ഒരു മലയാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യണം. ഇതും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ബ്രേസ്ലെറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരേപോലെ നമുക്ക് ഫ്രോക്കൊക്കെ ഇടുമ്പോൾ വൈറ്റ് കളർ ഫ്രോക്കോ അങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടികൾക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ടാവും. കൊള്ളാവടാ? ഇഷ്ടപ്പെട്ടോ? അടുത്തത് ഈ ഒരു സംഭവം കേട്ടോ. ഇതെന്താ മോൾ നമ്മൾ ഓർഡർ ചെയ്ത് ഇതും ഒരു ഇതാണ് കേട്ടോ. കാണിച്ചു തരാം. സൈഡിലിങ്ങനെ കൊമ്പ് പോലെ കെട്ടി കൊടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ബട്ടർഫ്ലൈയുടെ ഒരു ഇതാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞില്ല ഈ പ്രാവശ്യം ഷീനിൽ നിന്ന് എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല സംഭവങ്ങളുമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതേ കണ്ടില്ലേ, നല്ല രസമല്ലേ. ഇതൊക്കെ കുട്ടികൾ വെച്ചിട്ട് പോകുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് സ്കൂളിൽ പോകാനും ഭയങ്കര താല്പര്യമൊക്കെ ആയിരിക്കും. അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇത് കുറച്ച് ചെറിയ ബണ്ണുകളാട്ടോ. കണ്ടില്ലേ, ഇതാ കുറച്ച് ക്രഞ്ചസ് ആണ്. ഇത് വന്നിട്ട് കണ്ടോ, ഇത് ചെറുതാണ് കേട്ടോ. മോക്ക് രണ്ട് സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇത് ഫ്ലവർ 5 എണ്ണം ഉണ്ടോ ഇതുള്ളത്. 5 സെറ്റ് ഉണ്ട് അതിനകത്ത്. അതുപോലെ അടുത്തത് ഇത് ഈ ഒരെണ്ണമാണ് കേട്ടോ. ഇതും അതിൻ്റെ വേറൊരു ഐറ്റം ഫ്ലവറാണ്. അത് കുഞ്ഞു ഫ്ലവറാണ്. ഇത് അത്യാവശ്യം വലിയ ഫ്ലവറാണ്. പിന്നെ ഇത് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇതിലും 5 സെറ്റാണ് ഉള്ളത് കേട്ടോ. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ. റബ്ബറാണ്, പ്ലാസ്റ്റിക് അല്ല. ഇത് ഫ്ലവർ റബ്ബറിൻ്റെ ഒരു ഫ്ലേവറാണ്. ഇതും അത്യാവശ്യം കൊള്ളാൻ കേട്ടോ. ഇതൊക്കെ സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. പെൻസിൽ. ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പെൻസിലാട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടായിരുന്നതാണ്. 3 എണ്ണം ഇലാനും 3 എണ്ണം സൈഡിനും അങ്ങനെ മേടിച്ചതാണ്. കാണിച്ചു തരാം. അവിടെ വെക്കുന്നത് പ്ലീസ്. കണ്ടില്ലേ, ഇതിൻ്റെ അറ്റത്ത് നോക്കിയേ, കണ്ടോ, ഇതാണ് പെൻസില്. ഇത് കളർ പെൻസിലാട്ടോ. വാക്കിംഗ് ആണോ ഒന്നും അറിയത്തില്ല. അടുത്ത് ഇതാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ ക്രഞ്ചസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ, നല്ല രസമല്ലേ. ഇത് പെട്ടെന്ന് കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് ചീത്തയാവുമെന്ന് തോന്നുന്നുണ്ട്. അറിയില്ല, എങ്കിലും നമുക്ക് സ്കൂളിലൊക്കെ ഇടാൻ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഫ്രോക്കിൻ്റെ കൂടെയൊക്കെ പിള്ളേർക്ക് ഇങ്ങനെ ഹെയർ ഒന്ന് സെറ്റാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാട്ടോ. ഫിനിഷ് ആയിരിക്കുകയാണ്. ഒത്തിരി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ച എല്ലാ സാധനങ്ങളും
എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഷീനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള എല്ലാം അടിപൊളി സാധനങ്ങളായിരുന്നു കേട്ടോ. എൻ്റെ മോക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഇനി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെയുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ല. പിന്നെ ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. പിന്നെ നാട്ടിൽ ഷീൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ അയർലൻഡിലുള്ളവർക്ക് യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ നമുക്ക് ഈ മോഡലൊക്കെ ഇല്ലേ, ഇപ്പം ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മോഡലൊക്കെ കാണും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ കാണിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ, മീഷോയിൽ, ഷീനിലൊക്കെ വേറെ സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാലേ അവിടെ ഇപ്പം ഓപ്ഷൻസ് ഉണ്ടല്ലോ നമുക്കിങ്ങനെ ഫോട്ടോ കൊടുക്കാനുള്ള. അത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഇതിൻ്റെ സെയിം ആയിട്ടുള്ളതോ പിന്നെ വേറെ മോഡലൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ യൂസ്ഫുൾ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ലവ് യു. ഒരു ഉമ്മയുടെ കൊടുത്തു.